സഹാബാക്കൾ ലോകത്തെ ഒരാഴ്ചയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസമാണ് വെള്ളിയാഴ്ച. എന്നിട്ട് പോലും സഹാബാക്കൾ പറഞ്ഞു, ഓരോ വെള്ളിയാഴ്ച വരെ ഞങ്ങൾക്ക് പേടിയാണ്. ഇതിന്റെ ക്ലാസ്സിന്റെ അവസാനം കേട്ടോ, ഓരോ വെള്ളിയാഴ്ച ശ്രേഷ്ഠമാണ്, പക്ഷെ ഓരോ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് പേടിയാണ്. എന്തേ പേടിക്കാൻ കാരണം അറിയോ? പ്രവാചകന്റെ ഹദീസ് ഉണ്ട്, വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് പറഞ്ഞ സഹോദരന്മാരെ നിങ്ങൾ കരുതണ്ടെന്ന് ഞാൻ പറയാം. മനസ്സ് ഇഷ്ടം കൊണ്ട് പറയട്ടോ, ഏതെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കെ ഒരു വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ സംഭവിക്കുക. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. പള്ളിയിലേക്ക് നടന്നുപോയി അതിന്റെ കൂലി വാങ്ങി, പള്ളിയിൽ പ്രവേശിച്ചതിന്റെ കൂലി വാങ്ങി, ഖുത്ബ കേട്ടതിന്റെ കൂലി വാങ്ങി, രണ്ടറക്കാത്ത് നിസ്കരിച്ചതിന്റെ കൂലി വാങ്ങി, ജമാഅത്തായി നിസ്കരിച്ചതിന്റെ കൂലി വാങ്ങി, ഖുത്ബയിൽ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകൾ കേട്ട് അതിന്റെ കൂലി വാങ്ങി, ശേഷം അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന്റെ കൂലി വാങ്ങി, എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ പള്ളിയിൽ വെച്ച് നമ്മൾ അന്ത്യനാൾ സംഭവിച്ച് മരിക്കുകയാണോ വേണ്ടത്? അല്ല, അവനവന്റെ വീട്ടിൽ അടുക്കളയിലോ സിറ്റൗട്ടിലോ ബെഡ്റൂമിലോ അവനവന്റെ ദുനിയാവിന്റെ ജോലി ചെയ്യുന്നിടയിൽ മുകളിലത്തെ സ്ലാബ് തലയിലൂടെ വീണ് ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുകയാണോ വേണ്ടത് എന്ന് ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും നമ്മൾ ആലോചിച്ചാൽ നമ്മൾ പോകും, പൈസ ഉണ്ടാക്കും, പോകാനേ പൈസ ഉണ്ടാക്കും. ഞാൻ പറയുന്നത് എന്റെ വാക്കവസാനം, പള്ളിയായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാകണം. പള്ളിപ്പണി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് കൊടുക്കണം. മദ്രസന്റെ പണി കൊടുക്കാൻ കഴിയണം. പള്ളിക്ക് നമ്മളിങ്ങനെ വരികയാണ്, ബാത്റൂം ഉണ്ട്, കുറച്ചങ്ങനെ സാരല്ല, പണിക്കാരൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളെ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം പാർന്ന് ഒന്ന് തുടക്കാൻ പറ്റുക അള്ളാന്റെ വീടാണ്, അതിന് അള്ളാന്റെ കൂലി ഉണ്ടാവും, പള്ളിനെ സ്നേഹിച്ചതിന്റെ കൂലി. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ഫാൻ മെല്ലെ ഇങ്ങനെ കറങ്ങാൻ നമ്മൾ നോക്കി, അത് ഒരു 3000 ഉണ്ടെങ്കിൽ നല്ലൊരു ഫാന് കിട്ടും, VLDC കിട്ടും. നമ്മൾ എടുത്താണ്ട് ഇക്ക് നോക്കി അവിടെ കമ്മിറ്റിക്കാരോട് ഒരു ഫാൻ ഇവിടെ വാങ്ങി വെച്ചോട്ടോ, ആ ഫാനിന്റെ അടിയിൽ നിസ്കരിക്കുന്ന മുഴുവൻ ആളുടെയും കൂലി മരിക്കും വരെ നമുക്ക് കിട്ടും. അവിടുത്തെ കാർപ്പറ്റ് കുറച്ച് മോശം, ആൾക്കാർ വാങ്ങാൻ പിരിവുണ്ട്, എന്റെ കയ്യിലൊരു സാധനം ഞാൻ കൊടുക്കുക, അവിടെ എത്ര സുജൂദ് ചെയ്യുന്നുണ്ടോ അത്രയും ആളുകൾ കബർക്ക് നമ്മൾ എത്തും. സഹോദരങ്ങളെ, ദീനുമായി പള്ളിയുമായി അവിടെ നടക്കുന്ന ദഅവത്തിൽ നമ്മൾ പങ്കാളിയായാൽ അവിടെ നടക്കുന്ന ജുമായുടെ, എഴുത്തിക്കാഫിന്റെ, തറാവീഹിന്റെ മുഴുവൻ കൂലി നമുക്ക് കിട്ടും. അതിനിടയിൽ നമ്മളെ മലക്ക് വന്ന് വിളിച്ചാൽ മരിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാവും. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറിക്കാം. ആരുണ്ടാവില്ല എന്നുള്ള ബോധം ഖുർആൻ 1000 വട്ടം പറഞ്ഞത്.